നിങ്ങളിപ്പം ബിലോ ആവറേജ് ആയിക്കോട്ടെ, ആവറേജ് ആയിക്കോട്ടെ, എബോ ആവറേജ് ആയിക്കോട്ടെ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ഒരു ടോപ്പറിൻ്റെ മൈൻഡ് സെറ്റ് ആയിരിക്കണം. കാരണം നമ്മൾ ഈ 500 ബിലോ ഒരു സ്കോറിലേക്കാണ് എത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ഫിനാൻസിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അപ്പുറത്തോട്ട് വേറൊരു ഇതില്ല. ഇത്രയും എഫേർട്ട് ഇരുന്ന ഒരാൾ സെൽഫ് ഫിനാൻസിങ്ങിൽ പോകുമ്പം എത്രത്തോളം മാനസിക സംഘർഷം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. സെൽഫ് ഫിനാൻസിങ് മോശമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, നമുക്കുണ്ടാകുന്ന ആ ഒരു മെൻ്റൽ ട്രോമയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ട് നീറ്റ് 2026 ഓറിയൻറ്റഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ, അതായത് നീറ്റ് 2025ൻ്റെ MBBSൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 550 ആയിരുന്നു. അതായത് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരാൾക്ക് 550 മാർക്ക് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ കിട്ടത്തുള്ളായിരുന്നു. അപ്പോൾ ഒരു 500+ ഉള്ള ഒരാൾക്ക് ഗവൺമെൻറ്റിൽ BDS കിട്ടത്തുള്ളായിരുന്നു. അപ്പം നിങ്ങൾ ഈ 500 ബിലോ ഉള്ള ആളുകളെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അല്ലെങ്കിൽ വേണ്ട, ഒരു 500 സ്കോറുള്ള കുട്ടി, അയാളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ MBBS കിട്ടത്തില്ല, ഗവൺമെൻറ്റിൽ BDS കിട്ടത്തില്ല. ആ ഒരു സ്കോർ മേടിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും, എന്നിട്ടും അതിന് കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു സ്കോർ കൊണ്ട് അതിനുണ്ടാകുന്ന ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇനിയിപ്പോൾ ഒന്നും കൂടെ റിപ്പീറ്റിന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ലൊരു എമൗണ്ട് സ്കോളർഷിപ്പ് കിട്ടും. സ്കോളർഷിപ്പോട് കൂടി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം, അല്ലാതെ യാതൊരുവിധ പ്രയോജനവും ഇല്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പം ബിലോ ആവറേജ് ആയിക്കോട്ടെ, ആവറേജ് ആയിക്കോട്ടെ, എബോ ആവറേജ് ആയിക്കോട്ടെ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ഒരു ടോപ്പറിൻ്റെ മൈൻഡ് സെറ്റ് ആയിരിക്കണം. കാരണം നമ്മൾ ഈ 500 ബിലോ ഒരു സ്കോറിലേക്കാണ് എത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ഫിനാൻസിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അപ്പുറത്തോട്ട് വേറൊരു ഇതില്ല. ഇത്രയും എഫേർട്ട് ഇരുന്ന ഒരാൾ സെൽഫ് ഫിനാൻസിങ്ങിൽ പോകുമ്പം എത്രത്തോളം മാനസിക സംഘർഷം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. സെൽഫ് ഫിനാൻസിങ് മോശമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, നമുക്കുണ്ടാകുന്ന ആ ഒരു മെൻ്റൽ ട്രോമയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു 450+ ഉള്ള ഒരാൾക്ക് എന്തായാലും എന്ത് കിട്ടും? സെൽഫ് ഫിനാൻസിങ് MBBS കിട്ടും. അപ്പോൾ നമ്മൾ 500 മേടിച്ചിട്ട് സെൽഫ് ഫിനാൻസിങ് MBBSന് പോകണോ, അല്ലെങ്കിൽ ഒരു ഇത്രയും കൂടെ ഒന്ന് സ്മാർട്ടായിട്ട് ചിന്തിച്ച് 550 മേടിച്ച് ഗവൺമെൻറ് MBBSൽ പോകണോ? അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഒരു സെൽഫ് ഫിനാൻസിങ് MBBS ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റാണ്. അപ്പം എനിക്കായിരിക്കും ഇത് നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത്. കാരണം ഇതിലൂടെയൊക്കെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. ഗവൺമെൻറ് BDS ഡ്രോപ്പ് ചെയ്തിട്ട് സെൽഫ് ഫിനാൻസിങ് MBBSനോടുള്ള ആഗ്രഹം കൊണ്ട് ചൂസ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റാണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തതും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നീറ്റ് 2020ലാണ് കേട്ടോ ആദ്യമായിട്ട് നീറ്റ് റിപ്പീറ്റ് ചെയ്തത്. ആ ഒരു സമയത്ത് എനിക്ക് നല്ലൊരു സ്കോറോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അതിന് കുറേ കാരണങ്ങളുണ്ട്. കാരണം ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഇൻട്രസ്റ്റോടല്ലായിരുന്നു റിപ്പീറ്റിന് പോയത്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്കോർ MBBSന് മാത്രം ഓപ്ഷൻ കൊടുത്തന്ന് ചിലപ്പോൾ BDS കിട്ടുമെന്ന് പോലും നമ്മൾ നോക്കിയില്ല. നമ്മൾ നേരെ എന്ത് ചെയ്തു, എനിക്കിഷ്ടം BSc കെമിസ്ട്രി ആയിരുന്നു. ആ ഒരു കാരണം കൊണ്ടൊക്കെയാണ് എനിക്ക് ആദ്യം അത്രയും ഒട്ടും ഒത്തുപോകാനൊന്നും പറ്റാഞ്ഞത്. അങ്ങനെ കെമിസ്ട്രിക്ക് ചെന്നപ്പോഴത്തേക്കും എൻ്റെ 11th ജൂനിയേഴ്സ് ആയിരുന്നു എൻ്റെ ക്ലാസ്മേറ്റ്സ്. അപ്പോൾ അവരുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടപ്പോൾ എനിക്ക് വീണ്ടും ഒരു സെൽഫ് ഡൗട്ട് തോന്നി. അതായത് ചേച്ചിക്ക് കിട്ടിയില്ലേ, ചേച്ചി നന്നായിട്ട് പഠിക്കുന്നതല്ലായിരുന്നു, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം വരുമല്ലോ. ആ വിഷമത്തിൽ നിന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ നീറ്റ് എഴുതാമെന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ എടുത്തൊരു റോങ് ഡിസിഷൻ എന്ന് പറയുന്നത്, ഞാൻ പാർഷ്യൽ ഡ്രോപ്പ് ചൂസ് ചെയ്തു. അതായത് എൻ്റെ കോഴ്സിൻ്റെ കൂടെ നീറ്റ് പഠിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം ഞാൻ വേറെ ഒരു ഓൺലൈനായിട്ടോ, ആ സമയത്തൊക്കെ ഓൺലൈൻ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സമയത്താണ് ആദ്യമായിട്ട് ഈ ഓൺലൈൻ കോച്ചിങ് ഒക്കെ തുടങ്ങിയത്. ഞാൻ ഓൺലൈനിൽ ഒന്നും ജോയിൻ ചെയ്തിട്ടില്ല, ഒരു ടെസ്റ്റ് സീരീസ് പോലും ജോയിൻ ചെയ്തില്ല. ഞാൻ സ്വന്തമായിട്ട് പഠിക്കാം, പഴയ മെറ്റീരിയൽസ് വെച്ച് പഠിക്കാം, യൂട്യൂബിൽ വീഡിയോസ് കാണാം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സൗകര്യത്തിനും എൻ്റെ ഒരു സമയത്തിനും ഒക്കെ നോക്കി നീറ്റ് പഠിച്ചു. ഞങ്ങളുടെ സമയത്തായിരുന്നു ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത്. അതായത് 10 ക്വസ്റ്റ്യൻ കാണും, നമുക്ക് അതിനകത്ത് 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. പക്ഷേ ഞങ്ങളുടെ സമയത്ത് ഈ എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നില്ല. അതായത് ആ 10 ക്വസ്റ്റ്യൻ വായിക്കാൻ 10 മിനിറ്റ് എക്സ്ട്രാ ഉണ്ടായിരുന്നില്ല, 5 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഏറ്റവും വന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് സെൽഫ് സ്റ്റഡി ചെയ്യുന്ന കൊച്ചുങ്ങളോടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ വരെ, അതായത് നീറ്റ് 2025 നിങ്ങളെ കോച്ച് ചെയ്ത എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഈസി ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങാണ് നിങ്ങൾക്ക് തന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളുടെ ഈ കഴിഞ്ഞ നീറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ടഫായിരുന്നു. അപ്പോൾ ഈ നീറ്റ് 2026 കൊച്ചുങ്ങൾക്ക് അവർ കൊടുക്കുന്നത് നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്ന രീതിയിലുള്ള കോച്ചിങ്ങാണ്. അപ്പോൾ നിങ്ങൾ പഴയ മെറ്റീരിയൽസും പഴയ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മിസ്മാച്ച് വരും. മനസ്സിലായോ? നിങ്ങൾ അപ്പോഴും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇനി വരുന്ന നീറ്റ് ചിലപ്പോൾ ഈസി ആവാം, ചിലപ്പോൾ ടഫ് ആവാം. അപ്പം നമ്മൾ എന്തായാലും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടെസ്റ്റ് സീരീസ് എങ്കിലും എടുക്കണം. അതായത് നമ്മൾ ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ, നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഇപ്പം നിങ്ങൾ ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും ഇപ്പോൾ അവർക്ക് ഓരോ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും ഓൺലൈൻ്റെ വീഡിയോസ് ഉണ്ട്. ചില ചാപ്റ്റേഴ്സ് ഓൺലൈൻ്റെ വീഡിയോസ് നോക്കി പഠിക്കാനൊക്കെ പറയും. ഇപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിപ്പം കുറേ ചാപ്റ്റേഴ്സ് ചില കൊച്ചുങ്ങൾക്ക് പല പല കാരണങ്ങൾ കൊണ്ട് കുറച്ച് ചാപ്റ്റേഴ്സ് പെൻഡിങ് ആയിരിക്കും. അപ്പം നിങ്ങളിപ്പം നിലവിലുള്ള ചാപ്റ്റേഴ്സിൻ്റെ കൂടെ ഈ പെൻഡിങ് ചാപ്റ്റേഴ്സ് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ചാപ്റ്റേഴ്സും പെൻഡിങ് ആവാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ ലോങ് വീഡിയോസ് കണ്ട് പഠിക്കാതെ നിങ്ങൾ വൺ ഷോട്ട് കാണാനായിട്ട് ട്രൈ ചെയ്യണം. വൺ ഷോട്ട് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഫിസിക്സ് വാലയുടെ ഒരു വീഡിയോസ് വെച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ സാറിൻ്റെ ഒരു നോർമലായിട്ടുള്ള വീഡിയോസാണ് ഞാൻ കാണിച്ചേക്കുന്നത്. 10-17 വീഡിയോസ് ഉണ്ട്. ഇതെല്ലാം കൂടി ഏകദേശം ഒരു 15 മണിക്കൂർ കാണും. അപ്പോൾ ഇത്രയും മണിക്കൂർ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും. എന്തായാലും ഒറ്റ സ്ട്രെച്ചിൽ 24 മണിക്കൂറുള്ളൊരു ദിവസം 15 മണിക്കൂർ ക്ലാസ് കാണാൻ ആര് വിചാരിച്ചാലും പറ്റത്തില്ല. അപ്പോൾ നമുക്കിത് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും ദിവസം നിങ്ങൾ ഇത്രയും ക്ലാസ് കണ്ട് എക്സോസ്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻസ് പോലും എഴുതി വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളൊരു ആവത് ഉണ്ടാവത്തില്ല. നമ്മൾ ഇത്രയും വലിയ വീഡിയോ കണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ നിങ്ങൾ ഈ ബാക്ക്ലോഗ്സ് വന്ന ചാപ്റ്റർ മാക്സിമം വൺ ഷോട്ട് വീഡിയോസ് കണ്ട് പഠിക്കാനായിട്ട് നോക്കണം. പിന്നെ ഈ വൺ ഷോട്ട് വീഡിയോസിൽ ഇപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ 7 മണിക്കൂറുണ്ട്, പക്ഷേ ഇതിനകത്ത് 7 മണിക്കൂർ എടുക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിലെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ എഴുതി വെക്കുക. ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ടെക്സ്റ്റ് നോക്കിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നോട്ട് നോക്കിയിട്ടോ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ വൺ ഷോട്ട് കാണുക. അപ്പോൾ ഈ സാർ ഈ ഇക്വേഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയലാഭം കിട്ടും. അതായത് എല്ലാ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ നമുക്ക് അറിയാത്തതായിരിക്കത്തില്ല, എല്ലാ ഇക്വേഷൻസും നമുക്ക് ഫെമിലിയർ അല്ലാത്തതായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് മാത്രം കാണുക. എന്നിട്ട് അത് വെച്ച് അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാർ ചെയ്യും. അതിനകത്തിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാനായിട്ട് നോക്കുക. അല്ലാതെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സാറിൻ്റെ വീഡിയോസ് കണ്ട് നോക്കുക. നമുക്കൊരു നല്ല ബേസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ലോങ് വീഡിയോസിൻ്റെ പുറകെ പോവാതെ വൺ ഷോട്ട് കാണുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഓരോ ടിപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ. ഈ വീഡിയോ ഞാൻ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതല്ല. ഞാനൊരു ഹോസ്റ്റലറാണ്. അപ്പം എൻ്റെ റൂംമേറ്റ്സിനെയൊക്കെ വെളിയിൽ ഇറക്കി വിട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ സമയം കണ്ടെത്തി ഇനി നീറ്റ് 2026 ഓറിയൻറ്റഡ് വീഡിയോസ് ഇങ്ങനെ ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ. ഞാൻ താഴെ എൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസോ എനിക്ക് കിട്ടുന്ന മെറ്റീരിയൽസോ നീറ്റ് റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റ്സും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ.